നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ബാലചന്ദ്രൻ്റെ ഓരോ എക്സ്പ്രഷനും കണ്ടതാണ്, ഫീലിങ്സൊക്കെ കണ്ടു. അലീന വൈജിയുടെ മകളാണ് എന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ആ ഫീലിങ്സൊക്കെ നമ്മൾ കണ്ടതാണ്. ബാലചന്ദ്രൻ ആകെ ഷോക്കായേക്കാണ് ആ ഒരു ന്യൂസ് അറിഞ്ഞതിൽ. രേവതിക്കുട്ടി അലീനയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ തന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. എച്ചിൽ തിന്ന പട്ടി എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യാണ്, സങ്കടം വരികയാണ് ബാലചന്ദ്രൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട്. ഏതൊരാളും ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഒരു വിവാഹ ജീവിതവും കുടുംബ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതിൽ ഇങ്ങനെയൊരു വഞ്ചന, ഇങ്ങനെയൊരു ചതി പറ്റി എന്ന് അറിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ വളരെ വിശ്വസിക്കാൻ അതുപോലെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ബാലചന്ദ്രൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ത് ചെയ്യണം, ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം സിറ്റുവേഷനിലാണ്, ഒരു അവസ്ഥയിലാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. ഒരു ഭ്രാന്തമായ അവസ്ഥ. അത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ് ബാലചന്ദ്രൻ അറിഞ്ഞേക്കുന്നത്. പിന്നീട് നമ്മുടെ ഗ്രേസമ്മയും മാമച്ചായനും രേവതിക്കുട്ടിയാണെങ്കിൽ ഷെറിനെ കാണാൻ പോകുമ്പോൾ അവർക്കും തന്നെ ഒരു വലിയ ഷോക്കാണ് അവിടെ കിട്ടിയേക്കുന്നത്. കാരണം ഷെറിനെ കാണാനാണ് പോയത്. ഷെറിനെ കാണുക മാത്രമല്ല, ഷെറിൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഷെറിന് കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, കുഞ്ഞ് വയറ്റിലുണ്ടായിരുന്നോ എന്ന് അറിയാമല്ലോ. അപ്പം അതിനെ പ്രസവിച്ചിട്ടുണ്ടോ, അതോ ആ കുഞ്ഞിനെ കളഞ്ഞോ, അല്ലെങ്കിൽ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഷെറിൻ്റെ വീട്ടിൽ പോയത്. പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഷെറിൻ്റെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയാണ്, ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഷെറിനെയാണ് അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഷെറിൻ്റെ 2 സഹോദരന്മാർ വന്നിട്ട് ഷെറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഷെറിൻ്റെ മൂത്തയല്ല, 2ാമത്തെ ചേട്ടനായ ആൽബി അവരോട്, മാംസാനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്, ഇവിടെയുള്ള കാഴ്ച കണ്ട് രസിക്കാനാണോ എന്നൊക്കെ ചോദിച്ച് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് അവർ ഷെറിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ, എല്ലാം ചെയ്തു വെച്ചവൻ അങ്ങ് പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും അറിയാത്തതുപോലെയാണ് മാമച്ചാനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയൊക്കെ നിൽക്കുന്നത്. കാരണം അവരൊന്നും അറിഞ്ഞിട്ടാണ് വന്നത് എന്ന് ഇവർക്ക് അറിയാൻ പാടില്ലല്ലോ. ഇവരിപ്പോൾ ഇപ്പോഴല്ലേ ഈ ന്യൂസ് അറിയുന്നത്, ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് രേവതിക്കുട്ടി വന്നതിന് ശേഷം. അങ്ങനെ അവർ പോയതിന് ശേഷം ആൻസി, റോബിൻ്റെ വൈഫ് ആൻസി അവരെ വീട്ടിലേക്ക് തന്നെ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾ വരൂ, ഇരിക്കൂ, നിങ്ങൾ എന്തിനാണ് വന്നത് എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ പോകാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു എന്ന് പറയാണ്. ആ സമയത്ത് ആൻസി ചോദിക്കുകയാണ്, എന്നാലും നിങ്ങൾ എന്തിനാണ് വന്നത്, നിങ്ങൾ ആരാണ്, എവിടുന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഗ്രേസമ്മയും മാമച്ചാനും ഇങ്ങനെ പറയാനായിട്ട് മടി കാണിക്കുകയാണ്. അല്ല, അവർ ആൽബിച്ചായൻ എന്തിനാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്, അതുപോലെ റോബിച്ചായനും അത്രയ്ക്കൊന്നും പരിചയം കാണിച്ചില്ലല്ലോ, അപ്പോൾ നിങ്ങളിവിടെ മുൻപ് വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അവർക്ക് പരിചയം വേണമല്ലോ. ആൽബിച്ചായൻ നിങ്ങളോട് ദേഷ്യപ്പെടുകയും ചെയ്തു, പരിചയം ഉണ്ടെന്ന് മനസ്സിലായി, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, അതുകൊണ്ടാട്ടോ ചോദിക്കുന്നത് എന്നൊക്കെ ആൻസി പറയണം. അപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് ഗ്രേസമ്മയും മാമച്ചായനും. ആ സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളൊരു വിവാഹ ആലോചനയുമായിട്ടായിരുന്നു ഞങ്ങളിവിടെ മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഷെറിനെയും ഞങ്ങളുടെ മകനെയും വിവാഹം കഴിക്കാനായിട്ട് ഇരുന്നതാണ് എന്ന് പറയാണ് ഗ്രേസമ്മ കേട്ടോ. അത് കേട്ടപ്പോൾ ആൻസി ഷോക്കാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ മകനെ കൊണ്ട് ഷെറിനെ വിവാഹം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ആ സമയത്താണ് ഞങ്ങളുടെ മകൻ ആക്സിഡൻ്റായിട്ട് മരിച്ചു പോയത് എന്ന് പറയണം. അത് കേട്ടതും ആൻസി ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണല്ലേ എന്ന് പറയണം. അപ്പം ആൻസിക്ക് മനസ്സിലായി ഇവരാണ് ഷെറിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെന്നത്. ഷെറിനൊരു കുഞ്ഞിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ആ ഷെറിൻ കൊച്ചിന് എന്നാ പറ്റിയതാണ്, മുൻപൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറയാട്ടോ. അപ്പം ആൻസി ഒരു അനിഷ്ടത്തോട് കൂടിയിട്ട് പറയണം, അതിനെന്താ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മുൻപൊക്കെ വളരെ ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ ഇരുന്ന ആളല്ലേ, പിന്നീടല്ലേ പെട്ടെന്ന് സ്വഭാവം മാറിയത്, ഇത് വെറും ഭ്രാന്ത് എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഗ്രേസമ്മ ആകെ ഷോക്കാവുന്നുണ്ട്. എന്ത് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇനി എന്നാ പറ്റാനാ, ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ. അപ്പോൾ ആൻസിക്കും കാര്യങ്ങൾ മനസ്സിലാവുകയാണ്, ഇവർ ജോമോൻ്റെ പപ്പയും മമ്മിയും ആണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. ഇതിൽ കൂടുതൽ ഇനി എന്നാ പറ്റാനാ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഷെറിൻ്റെ വിവാഹം കഴിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഒരു കുഞ്ഞിൻ്റെ കാര്യം പറയുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാട്ടോ എന്ന് പറയുമ്പോൾ കല്യാണമൊന്നും കഴിഞ്ഞില്ല എന്ന് പറയട്ടോ. അല്ല, ഒരു കുഞ്ഞിൻ്റെ കാര്യം പറയുന്നത് കേട്ടല്ലോ, ശരിക്കും ഷെറിനൊരു കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്താ എല്ലാം അറിഞ്ഞിട്ട് ആളെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എന്താ അങ്ങനെ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയണം. നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ആൻസി ചോദിക്കുന്നുണ്ട്.
ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാണ്, ഷെറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ എന്ന് വിചാരിച്ചു, സുഖമായിരിക്കുന്നോ എന്നൊക്കെ അറിയാമെന്ന് കരുതി വന്നതാണ്. ഞങ്ങളുടെ മകൻ മരിച്ചതിന് ശേഷം വലിയൊരു ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് എന്നൊക്കെ ഗ്രേസമ്മ പറയുന്നുണ്ട്. മാമച്ചാൻ പറയുന്നുണ്ട്, ഇവൾ ആകെ ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ആയിരുന്നു, ഒരു ട്രോമയിലായിരുന്നു. അത് ഒരു 2 വർഷത്തോളം ഇവൾ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് നോർമൽ ലൈഫിലേക്ക് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൻസി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, എന്നാലും ആ കുഞ്ഞ് ശരിക്കും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല, ഞാൻ വന്നിട്ട് 2 വർഷമല്ലേ ആയുള്ളൂ, അത് എന്താണ് ഷെറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നോ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്നോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ, എൻ്റെ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അതിന് മുൻപ് നടന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. അതിനെപ്പറ്റിയൊന്നും ഞാൻ റോബിച്ചായനോട് ആരോടും ചോദിക്കാറുമില്ല, അവർക്കൊന്നും അത് ഇഷ്ടമല്ല അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതൊന്നും എന്ന് പറയാണ് ആൻസി. അപ്പോൾ ഇവർ അന്വേഷിച്ച് വന്ന കാര്യത്തിന് ഒരു വ്യക്തത കിട്ടാതെയാണ് ഇവർ മടങ്ങുന്നത് കേട്ടോ. അപ്പം എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മച്ചി എപ്പോഴാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മച്ചി ഇപ്പം മരിച്ചിട്ട് ഒരു 1.5 വർഷമായി എന്ന് ആൻസി പറയുകയും ചെയ്തു. അപ്പോൾ അപ്പച്ചനോ ചോദിക്കുമ്പോൾ അപ്പച്ചന് കുഴപ്പമൊന്നുമില്ല, അപ്പച്ചന് ഇവിടെയും അവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും എന്ന് പറയണം. അപ്പോൾ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ ഷെറിന് മൂത്തൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ കേട്ടോ. ഉണ്ടായിരുന്ന ഒരു പട്ടാളത്തിലായിരുന്നില്ലേ, അതെ. അദ്ദേഹം ഇപ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ ഇവിടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ട് ഇപ്പോൾ, പക്ഷേ ഒരു അത്ര ഞങ്ങളുമായിട്ട് അത്രയ്ക്കൊന്നും ബന്ധമൊന്നുമില്ല, അത്ര അടുപ്പത്തിലൊന്നുമല്ല ചേട്ടൻ നിൽക്കുന്നത് എന്നൊക്കെ പറയാണ് ആൻസി. അതെന്ത് പറ്റിയും ചോദിക്കുമ്പോൾ ചേട്ടനൊരു പ്രത്യേക ടൈപ്പാണ്, പട്ടാളത്തിലൊക്കെ ആയിരുന്നില്ല അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടൈപ്പാണ്, ഇവരിപ്പോൾ ബ്രദേഴ്സ് ആണെങ്കിലും ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയാണ് ആൻസി. അങ്ങനെ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ. ഗ്രേസമ്മയും മാമച്ചാനും കൂടി പോകുന്ന സമയത്ത് രേവതിക്കുട്ടി വീണ്ടും വന്നിട്ട് ആൻസിയോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്നാലും ആൻസി ചേച്ചിക്ക് എന്തെങ്കിലും അറിയാമോ, ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നോ അതോ കുഞ്ഞ് മരിച്ചു പോയെന്നോ, ആ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നും അറിയത്തില്ല കൊച്ചേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്നിട്ട് 2 വർഷമല്ലേ ആയുള്ളൂ, ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ എന്നെ റോബിച്ചാൻ കൊല്ലാൻ വരും, എന്നോട് അതിനെപ്പറ്റി ഒന്നും പറയാറുമില്ല സംസാരിക്കാറുമില്ല, ഷെറിനെ നോക്കണം, അത് മാത്രമാണ് എൻ്റെ ജോലി എന്ന് പറയാണ് ആൻസി. അങ്ങനെ ഗ്രേസമ്മയും മാമച്ചായനും അവിടെ നിന്ന് പോവുകയാണ്, രേവതിക്കുട്ടിയും കൂടി പോവുകയാണ്. അപ്പോൾ കാറിൽ കയറിയിട്ട് ഇവരാകെ വിഷമത്തോടെ ഇട്ട് തിരിച്ചു പോകുന്നത്, നമ്മൾ വന്ന കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ, എന്തായാലും ഷെറിൻ ചേച്ചിയുടെ ഈ ഒരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ ആൻറ്റി എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, എന്തായിരിക്കാം ഷെറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ ഗ്രേസമ്മ ചോദിക്കുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന രേവതിക്കുട്ടി. നിനക്ക് എന്ത് മനസ്സിലായി? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഷെറിൻ ചേച്ചി പ്രസവിച്ചിട്ടുണ്ടാകും, ഒരു പക്ഷേ ഒരു 2 ചാൻസാണ് ഉള്ളത്. ഒരു പക്ഷേ ഷെറിൻ ചേച്ചി പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ അവർ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടാകും എന്ന് പറയണം, അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ രവതിക്കുട്ടി എന്ന് വിളിക്കണം. അല്ല ഞാൻ ഒരു ചാൻസ് പറഞ്ഞതാണ്, മിക്കവാറും ആ കുഞ്ഞിനെ അവർ ഷെറിൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടാകും, അതിനാണ് സാധ്യത കൂടുതൽ എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ആ കുഞ്ഞിനെ? എന്തായാലും കുഞ്ഞിനെ അവൾ പ്രസവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി, ഇനി ആ കുഞ്ഞിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമിക്കുകയാണ് ഗ്രേസമ്മ കേട്ടോ. അപ്പോൾ മാമച്ചാൻ ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ ഇങ്ങോട്ടാണ് നേരെ വീട്ടിലേക്കാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കൊല്ലത്ത് പോവാം, ചിന്നുക്കുട്ടിയെ ഒന്ന് കാണണ്ടേ എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഗ്രേസമ്മയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്, ആ ചിന്നുക്കുട്ടിയെ കാണാം, ഏതായാലും ഇത്രയും ദൂരം വന്നതല്ലേ, ഇനി ചിന്നുക്കുട്ടിയെ കൂടി കണ്ടിട്ട് ഒന്ന് മനസ്സൊന്ന് ശാന്തമാക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയണം. അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെ തന്നെയാട്ടോ. ബാലചന്ദ്രനാണെങ്കിൽ ആകെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണെന്ന് പറഞ്ഞല്ലോ, എവിടെയും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അയാൾക്ക്, എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ കേട്ടത് സത്യമാണോ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അത്രയും വലിയൊരു ഷോക്കിംഗ് ന്യൂസാണ്. ആ സ്വന്തം അമ്മായിട്ട് പുച്ഛം തോന്നുകയാണ്. ഇത്രയും നാൾ അവൾ പറയുന്നതൊക്കെ കേട്ട് അവളുടെ ആട്ടും തുപ്പും സഹിച്ച് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ചവിട്ടി താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരം വരെ വൈജ സംസാരിക്കാറുണ്ട്. അതൊക്കെ സഹിച്ച് അവളെ സ്നേഹിച്ച് കൂടെ ജീവിക്കുന്നതിനൊക്കെ അത് കൂടെ ജീവിച്ചതൊക്കെ ഓർത്തിട്ട് അയാൾക്ക് അയാളോട് തന്നെ പുച്ഛം തോന്നുകയാണ്. കാരണം
ചെറുപ്പം മുതലേ സ്നേഹിക്കുന്നതാണ് വൈജയം. ചെറുപ്പം മുതലേ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതാണ്. ലവ് ലെറ്റർ കൊടുത്ത സമയത്താണ് ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട് ബാലചന്ദ്രന് നമ്മുടെ കുഞ്ഞിരാമൻ മേനോൻ്റെ അടുത്ത് നിന്ന്. അത് മാത്രമല്ല, പിന്നീട് പണം ഉണ്ടാക്കണം എന്നുള്ളൊരു വാശിയിലാണ് പുറത്തൊക്കെ പോയി കാശൊക്കെ ഉണ്ടാക്കി വന്ന് ജ്വല്ലറിയും ടെക്സ്റ്റൈൽസൊക്കെ സ്ഥാപനമൊക്കെ തുടങ്ങിയത്. ആ സമയത്ത് വിവാഹം ആലോചിച്ച് ചെന്നപ്പോൾ അപ്പോഴും കുഞ്ഞിരാമൻ മേനോൻ അത്രയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചേട്ടനാണ് ഗംഗാധര മേനോനൊക്കെയാണ് നിർബന്ധിച്ചത് വിവാഹം കഴിപ്പിക്കാമെന്ന്. അപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ആയിരിക്കും കാരണം എനിക്ക് വിവാഹം കഴിച്ച് തന്നത്. ഇനി ഒരിക്കലും മറ്റൊരാൾ വിവാഹം കഴിക്കാനൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് അറിയുമെന്നൊക്കെ കരുതിയിട്ടാകും അവൾ എനിക്ക് വിവാഹം കഴിച്ച് തന്നത്. അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരികയാണ്. പക്ഷേ കൂടുതലൊന്നും ആലോചിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെ ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ബാലചന്ദ്രൻ കടന്നു പോകുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് എന്തായാലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നാണല്ലോ, പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മുത്തശ്ശിയുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ആ റൂം ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അലീനയെ പോയി വിളിക്കാനോ പോണ കാര്യം പറയാനോ ഒന്നും നിൽക്കുന്നില്ല. പെട്ടെന്ന് ബാലചന്ദ്രൻ ഡ്രോറ് തുറന്നിട്ട് പുറത്തേക്ക് കാറിനടുത്തേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ കാറിനടുത്തേക്ക് ചെന്നിട്ട് കാറിലൊക്കെ കയറാനൊക്കെ ഭയങ്കര ഇടങ്ങേറാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും മനസ്സ് കൈവിട്ട് പോയേക്കാണ് ബാലചന്ദ്രനെ. പെട്ടെന്ന് കാറിലേക്ക് കയറിയിട്ട് അങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടാണ് അലീന മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ബാലചന്ദ്രൻ കാർ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയെ നോക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. അലീനയാണെങ്കിൽ സാർ എന്താ ഒന്ന് പറയാതെ പോയത് എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. എന്തായിരിക്കും സാറിന് പറ്റിയത്, സാർ എന്താ അങ്ങനെ പറയാതെ പോയത് എന്ന് ഓർത്തിട്ട് അലീന ഇങ്ങനെ നിൽക്കണം. പിന്നെ അലീന വന്ന് ഡോറ് കുറ്റിയിട്ടിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ അല്ല ബാലചന്ദ്രൻ സാറ് പോയി മുത്തശ്ശി എന്ന് പറയണം. അതെന്താ, അതിനെന്താ പോവണ്ടേന്ന് ചോദിക്കുമ്പോൾ അതല്ല, സാധാരണ പോകുമ്പോൾ എന്നെ വിളിച്ച് ഡോറ് കുറ്റിയിടാനൊക്കെ പറഞ്ഞിട്ടാണ് പോവാറ്, ഇത് അങ്ങനെയൊന്നും ചെയ്തില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി എന്ന് പറയട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണും. ചിലപ്പോൾ എന്നോട് ഇങ്ങനെ കുറേ സോറിയൊക്കെ പറഞ്ഞു മുത്തശ്ശി എന്ന് പറയണം. എന്തിനാ നിന്നോട് സോറി പറഞ്ഞത്, ബാലചന്ദ്രൻ സാർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് മുത്തശ്ശി, എങ്ങനെയാണ് അറിഞ്ഞതെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ രോഹിത് ചെയ്തതിനൊക്കെ എന്നോട് സോറി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു അവൻ എന്ന് ചോദിക്കണം. അതേ മുത്തശ്ശി, അങ്ങനെ എന്തെങ്കിലും മനസ്സിന് വിഷമം തട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറയാണ് അലീന. ചിലപ്പോൾ അങ്ങനെയായിരിക്കും, ബാലൻ നല്ലവനാ മോളെ, അത്രയും നല്ലൊരു ആളെ ഇവിടെ വൈജയ്ക്ക് കിട്ടിയത് തന്നെ എത്രയോ വലിയ കാര്യമാണ്, അത്രയും നല്ല മനുഷ്യനാണ് ബാലൻ, എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മകൻ തന്നെയാണ് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയാണ് ബാലചന്ദ്രനെ കുറിച്ചിട്ടോ. ശരിയാ മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. ഞാൻ ഈ വീട്ടിൽ വന്ന സമയം മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും സപ്പോർട്ടും ഒക്കെ തന്നിട്ടുള്ളത് സാറ് മാത്രമാണ് എന്ന് പറയണം. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ കാർ ഓടിച്ച് ഇങ്ങനെ പോണതാട്ടോ. കാർ ഓടിച്ച് പോകുമ്പോൾ ബാലചന്ദ്രന് വീണ്ടും രേവതിക്കുട്ടി പറഞ്ഞ ആ കാര്യങ്ങളാണ് ഇങ്ങനെ ഓർക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഓർത്തിട്ട് ആകെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഇതിങ്ങനെ ഓർത്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിലപ്പോൾ കാറൊക്കെ ഭയങ്കര സ്പീഡിൽ ഓടിക്കുന്നുണ്ട്. കാറിൻ്റെ ഇങ്ങനെ ആ സ്റ്റിയറിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ഇടിക്കുന്നൊക്കെ ഉണ്ട്, ഹോണിലൊക്കെ ഭയങ്കര ശക്തിയിൽ ഇടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഹോണൊക്കെ അടിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ ഒരു ലക്കും ലഗാനും ഇല്ലാതെ എന്ന് പറഞ്ഞതുപോലെ കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഷോപ്പിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. കാർ എടുത്തുകൊണ്ട് ഷോപ്പിലേക്ക് അങ്ങനെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചായനും കൂടിയിട്ട് ഇങ്ങനെ നമ്മുടെ ചിന്നുമോളെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അങ്ങോട്ട് ഓർഫനേജിലേക്ക് ചെല്ലുന്ന സമയത്ത് സിസ്റ്റർ വന്ന് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർ ചെന്നിട്ട് പരിചയം ഉണ്ടല്ലോ. അപ്പോൾ രേവതിക്കുട്ടി മാമച്ചാനും ഗ്രേസമ്മയും കൂടി ചെല്ലുകയാണ്. അപ്പോൾ ചിന്നുമോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇപ്പോൾ കുട്ടികളോടൊക്കെ ഭയങ്കര കൂട്ടാണ്, അവരുടെ കൂടെയൊക്കെ കളിക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ രേവതിക്കുട്ടി പെട്ടെന്ന് ചിന്നുമോളേന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ചിന്നുമോൾ രേവതിക്കുട്ടിയെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുക കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയെ കണ്ടപ്പോൾ മെല്ലെ 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 ഇങ്ങനെ വരാൻ നാണമൊക്കെ ഉണ്ട്, അങ്ങനെ കാണിച്ച് അടുത്തേക്ക് വരികയാണ്. രേവതിക്കുട്ടി പെട്ടെന്ന് ഓടിപ്പോയിട്ട് ചിന്നുമോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് അലീന ആൻറ്റി എവിടെ, രവി ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീന ആൻറ്റി ഇന്ന് വന്നില്ല, ഇന്ന് ഞാൻ മാത്രമേ വന്നുള്ളൂ, ഇതേ വേറെ 2 പേരും കൂടെ ചിന്നുമോളെ കാണാൻ വന്നിട്ടുണ്ട്, നമുക്ക് അവരെ കാണണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ചിന്നുമോൾ. അങ്ങനെ മാമച്ചാൻ്റെയും ഗ്രേസമ്മയുടെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഗ്രേസമ്മയ്ക്കും മാമച്ചാനും ചിന്നുമോളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് ഗ്രേസമ്മയ്ക്ക് എന്തോ ഒരു പ്രത്യേക ഒരു അടുപ്പം തോന്നുക കേട്ടോ ചിന്നുമോളോട്.
അപ്പോൾ ചിന്നുമോളെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ചിന്നുമോള് ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട് ഗ്രേസമ്മ. അപ്പോൾ ചിന്നുമോള് പോവാൻ മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പൊക്കോ, ഈ ആൻറ്റി നല്ലതാ എന്ന് പറയാട്ടോ. നല്ലതാണോ രവി ആൻറ്റി ചോദിക്കുന്നുണ്ട് ചിന്നുമോള്. അതേ നല്ലതാ, എന്നാൽ അങ്ങനെ പോവാന്നുള്ള രീതിയിൽ ഗ്രേസമ്മ എടുക്കുമ്പോൾ രവതിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഗ്രേസമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ ചിന്നുമോള്. അപ്പോൾ ഗ്രേസമ്മയ്ക്കാണെങ്കിൽ ചിന്നുമോൾ ഇങ്ങനെ എടുത്ത് പിടിച്ചപ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു അടുപ്പം കൂടുതൽ തോന്നുകയാണ്. അങ്ങനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ സിസ്റ്റർമാരോട് മാമച്ചാനൊക്കെ സംസാരിക്കുന്നുണ്ട്. മാമച്ചാൻ പിന്നെ ഒരു ചെറിയ സംഭാവന കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ ചിന്നുമോളെ കണ്ടിട്ട് ആരെങ്കിലും കണ്ടതുപോലെ തോന്നുന്നുണ്ടോ ഗ്രേസ് ആൻറ്റി എന്ന് ചോദിക്കുകയാണ്. നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല, എനിക്ക് ഷെറിൻ ചേച്ചിയുടെ ഏകദേശം ഒരു ചായയൊക്കെ തോന്നുന്നില്ല ഈ ചിന്നുമോൾക്ക് എന്ന് ചോദിക്കുക കേട്ടോ. ഷെറിൻ്റെ ചായ തോന്നുന്നുണ്ടോ? നിനക്ക് അങ്ങനെ ഇപ്പോൾ ഷെറിനെ ഇപ്പോൾ കണ്ടതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതാണ് എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി. അല്ല ആൻറ്റി, എനിക്ക് എന്തോ ഒരു കണക്ഷൻ, എന്തോ ഒരു നല്ല പരിചയം പോലെ ചിന്നുമോളും ഷെറിൻ ചേച്ചിയും കൂടി കണ്ടപ്പോൾ എനിക്ക് എന്തോ നല്ലൊരു പരിചയം പോലെ തോന്നുന്നു. ഇവർ തമ്മിൽ ഇനി ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞെങ്ങാനും ചിന്നുമോളാവോ എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയാട്ടോ. ഗ്രേസമ്മയ്ക്കാണെങ്കിൽ ചിന്നുമോളെ കണ്ടിട്ട് ഭയങ്കര കൗതുകവും ഭയങ്കര ഇഷ്ടം കേട്ടോ. ചിന്നുമോളെ താഴെ വെക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ചിന്നുമോളോട് ഭയങ്കര സ്നേഹം. ചിന്നുമോൾക്കും അതുപോലെ ഗ്രേസമ്മയെ ഭയങ്കര ഇഷ്ടമായിട്ടോ കൊഞ്ചിക്കുന്നൊക്കെ കണ്ടപ്പോൾ. ആ സമയത്ത് ഗ്രേസമ്മ മാമച്ചായനോട് ചോദിക്കുന്നുണ്ട്, മാമച്ചായ നമുക്ക് ചിന്നുമോളെ ദത്തെടുത്താലോ എന്ന് ചോദിക്കുക. നീ എന്താ പറയുന്നത്? ദത്തെടുക്കാനോ അതിനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുക. അതിനൊക്കെ പറ്റുന്നേ, നമുക്ക് ചോദിച്ചു നോക്കിയാലോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എടുക്കാം മാമച്ചായ, ഈ കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നുന്നില്ല, നമുക്കതിനെപ്പറ്റി സംസാരിച്ച് നോക്കിയാലോ. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്നാ നല്ലതായിരിക്കും അങ്കളെ, ഒന്ന് സംസാരിച്ച് നോക്ക്. അപ്പോൾ ചിന്നുമോൾ എൻ്റെ കൂടെ തന്നെ ആവുമല്ലോ. ചിന്നുമോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാട്ടോ മാമച്ചാൻ. അതെന്താ എന്നെ വേണ്ടാത്തേ? പിന്നെ ചിന്നുമോൾ ആരും നോക്കും? അതും ഞങ്ങൾ നോക്കിക്കോളാം. അപ്പം നിങ്ങൾ ആരും നോക്കും? അതിന് നീ തന്നെ വേണമല്ലോ എന്ന് പറയണേ. ചിന്നുമോൾ എൻ്റെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ എനിക്കും ഭയങ്കര സന്തോഷമാവും, ചിന്നുമോൾക്കും ഭയങ്കര സന്തോഷമാവും. എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം മാമച്ചായ, അങ്കിളെ പ്ലീസ് എന്നൊക്കെ പറയാട്ടോ രേവതിക്കുട്ടി. ഞാൻ നോക്കട്ടെ മാമച്ചായ, ഒന്ന് സിസ്റ്ററോട് സംസാരിച്ച് നോക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാമച്ചാനും ഗ്രേസമ്മയും കൂടി സിസ്റ്ററോട് സംസാരിക്കുമ്പോൾ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ രേവതിക്കുട്ടിയും അലീനയും കൂടിയാണല്ലോ ഇവിടെ ചിന്നുമോളെ കൊണ്ടുവന്നാക്കിയത്. പിന്നെ അലീന വന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിന്നുമോളെ വേറെ ആർക്കും കൊടുക്കരുത്, അവൾ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം, വേറെ ആര് വന്നാലും കൊടുക്കരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് സിസ്റ്റർ. അത് കുഴപ്പമില്ല സിസ്റ്ററെ, അലീന ചേച്ചിയോട് ഞാൻ പറഞ്ഞോളാം, ഞാനും അലീന ചേച്ചിയും കൂടിയല്ലേ കൊണ്ടുവന്നാക്കിയത്, എൻ്റെ കൂടെയാണ് ചിന്നുമോള് വരുന്നത് എന്നറിഞ്ഞാൽ അലീന ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാവും. ചേച്ചി ഒരിക്കലും മുടക്കം പറയില്ല. ചേച്ചി പറഞ്ഞത് മറ്റാർക്കെങ്കിലും കൊടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ചിന്നുമോളെ ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ചേച്ചി തന്നെ വന്ന് കൊണ്ടുപോയി പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞത്. ഞങ്ങളുടെ കൂടെയാണ് വരുന്നതെങ്കിൽ ചേച്ചിക്ക് ഭയങ്കര സന്തോഷവും. ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം. എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അലീനയും കൂടി കൂടിയിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കാം, പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കി ഫോർമാലിറ്റീസ് നോക്കാം, അല്ലാതെ വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ മാമച്ചായനും ഗ്രേസമ്മയും പറയുന്നത്, ഞങ്ങൾക്കാണെങ്കിൽ വേറെ മക്കളൊന്നുമില്ല, എൻ്റെ ഒരു മകൻ മരിച്ചു പോയി, പിന്നെയുള്ളത് ഒരു മകളാണ്, അവളാണെങ്കിൽ ഞങ്ങളുടെ രീതിയിലേക്ക് വരുന്നില്ല, അവൾ പുണ്യവസ്ത്രവും തിരുവസ്ത്രവും ധരിച്ച് വിദേശത്താണ്, പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ ഞങ്ങൾ എഴുതി കൊടുത്തോളാം കൊച്ചിന്. അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ല, എന്താണെങ്കിലും അലീനയും കൂടി വന്നിട്ട് നമുക്കതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാം, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന ചിഹ്നം. രേവതിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. പോരുന്ന സമയത്ത് രേവതിക്കുട്ടി മാമച്ചായനോട് ഗ്രേസമ്മയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ടോ. താങ്ക് യു ആൻറ്റി, താങ്ക് യു അങ്കിളെ, ചിന്നുമോളെ നമുക്ക് തന്നെ എടുക്കാം, അപ്പോൾ ഈ ചിന്നുമോളെ എൻ്റെ അടുത്ത് തന്നെ എത്തുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒന്ന് തുള്ളാതെ അടങ്ങി നിൽക്കട്ടെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം, അലീനയും കൂടി വന്നാലല്ലേ നടക്കുള്ളൂ. അലീന ചേച്ചിയൊക്കെ ഒരു കുഴപ്പമുണ്ടാവത്തില്ല, അലീന ചേച്ചിക്ക് സന്തോഷം ഉണ്ടാവത്തുള്ളൂ, ഞാൻ പറഞ്ഞോളാം ചേച്ചിയോട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂർ വീടാണ്. കടപ്പാട്ടൂർ വീട്ടിൽ വൈജയന്തി വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് അലീനയെ വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നൊക്കെ, നീ പോണ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് വളരെ ലേറ്റായിട്ടാണ് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വന്നിട്ട്, ഒരുപാട് ലേറ്റായിട്ടാണ്. അപ്പോൾ ബാലചന്ദ്രൻ വരാത്തത് കാരണം ആകെ ടെൻഷനാവുകയാണ് വൈജയന്തിക്ക്, എന്താ ഇത്ര ലേറ്റായി വരാത്തതെന്നൊക്കെ വിചാരിച്ചിട്ട് ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ലേറ്റായിട്ടാണ് ബാലചന്ദ്രൻ വരുന്നത്. ബാലചന്ദ്രൻ വരുമ്പോൾ വൈജയന്തിയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. വൈജയന്തിയെ കാണുന്ന ബാലചന്ദ്രനാകെ
ഭയങ്കര ദേഷ്യത്തിൽ ബാലചന്ദ്രൻ്റെ കണ്ണൊക്കെ കൊണ്ട് ചുമന്ന് തുടുത്താട്ട് ഇരിക്കുന്നത്. ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ വൈജയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ സാധ്യതയുള്ള സീനുകൾ. കുറേയൊക്കെ നമ്മൾ ഡയലോഗുകളാണെങ്കിലും സീനുകളാണെങ്കിലും കുറച്ചൊക്കെ കയ്യിൽ നിന്ന് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഇമാജിനേഷൻ കൂടുതൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ കുറച്ചൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹമുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വെറുതെ നുണ പറയുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയരുത്. കുറച്ച് ഇമാജിനേഷനാണ്, നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടതാണ്. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാം. അപ്പോൾ അതൊക്കെ എന്താണെങ്കിലും നിങ്ങളൊന്ന് ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ സ്റ്റോറി. താങ്ക്സ് ഫോർ വാച്ചിങ്.